Alhamdulillah Rabbil Alameen والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله السميع العليم من الشيطان الرجيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. സ്നേഹമുള്ള സഹോദരങ്ങളെ, സട്ടാവും സംരക്ഷകനുമായ ഉടയവനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. ഈ വരുന്ന മാർച്ച് 13, 14, 15 ദിവസങ്ങളിൽ കൊല്ലത്തു വച്ച് നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രോഫ്കോൺ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ മഹാസമ്മേളനം നടക്കാനിരിക്കുകയാണ്. ഈ ശ്രദ്ധേയമായ സമ്മേളനത്തിൽ കേരളത്തിലെ പ്രൊഫഷണൽ മേഖലകളിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ എന്തിന്? ഏറെ പ്രസക്തമായ ചോദ്യമാണ്. ഇന്നത്തെ തലമുറ, ന്യൂ ജനറേഷൻ, പലപ്പോഴും തിന്മയിലേക്ക് മാടി വിളിക്കാനുള്ള സാഹചര്യങ്ങൾക്കൊത്ത നടുവിലാണ് നമ്മൾ. പലപ്പോഴും പല തിന്മകളിലേക്കും പോയി പോകാനുള്ള ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളും ഇന്നുണ്ട്. ലഹരിയിലേക്കും അതോടൊപ്പം തന്നെ മറ്റിതര അധാർമിക നടപടിക്രമങ്ങളിലേക്കും പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന കേൾക്കുന്ന വർത്തമാനങ്ങളെല്ലാം നമ്മെ ഞെട്ടിത്തരിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന വളരെ വേദനാജനകമായ വാർത്തകളും വിവരങ്ങളും ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവിടങ്ങളിലെല്ലാം സ്വന്തം കുടുംബത്തിന് തണലാകേണ്ട, താങ്ങാകേണ്ട, സമൂഹത്തിന് ഉപകരിക്കേണ്ട, സർവോപരി രാജ്യത്തിന് ഉപകരിക്കേണ്ട യുവതലമുറ പലപ്പോഴും തൻ്റെ കുടുംബത്തിന് തന്നെ നാശമായി തീരുന്ന, സമൂഹത്തിന് തന്നെ പ്രയാസം സൃഷ്ടിക്കുന്ന, രാജ്യത്തിന് തന്നെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നുണ്ട്. ഇവിടെ പ്രൊഫഷണൽ മേഖലകളിലുള്ള വിദ്യാർത്ഥികൾ പലപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നിലവാരത്തിലേക്കും ഉയർന്ന മേഖലകളിലേക്കും കാലെടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ, വിദ്യാഭ്യാസ രംഗത്ത് ഔന്നത്യത്തിലേക്ക് അവർ ഉയരുന്നതോടൊപ്പം അവരുടെ വിശ്വാസ, ധാർമ്മിക, സ്വഭാവ, സംസ്കാര നിലവാരവും ഉയർത്താനും അവരെ മികവുള്ളവരാക്കാനും അവരെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകരിക്കുന്നവരാക്കി തീർക്കുവാനും സർവോപരി നാളെ പരലോക വിജയം നേടിയെടുക്കാൻ ഉതകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സഹോദരങ്ങളെ കൈപ്പിടിച്ചുയർത്തുവാനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പ്രോഫ്കോൺ പോലുള്ള സംരംഭങ്ങൾ. ആ സംരംഭങ്ങളെ ആ ഒരു മനസ്സോടുകൂടെ നോക്കിക്കാണാനുള്ള സന്മനസ്സ് നമുക്കുണ്ടാകണം. ഇവിടെ വിശുദ്ധ ഖുർആനാണ് നമുക്ക് വഴി കാണിക്കുന്നത്. ലോകാവസാനം വരേക്കുമുള്ള മുഴുവൻ മനുഷ്യരിലേക്കുമായി സട്ടാവും സംരക്ഷകനുമായ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥൻ അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഏതെങ്കിലും ഒരു പ്രത്യേക വർഗത്തിനോ വിഭാഗത്തിനോ സമൂഹത്തെയോ മാത്രം സംസ്കരിക്കാനല്ല വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത്. മറിച്ച് വിശുദ്ധ ഖുർആൻ്റെ അഭിസംബോധന പോലും യാ യുഹന്നാസ്, ജനങ്ങളെ എന്നാണ്. ജനങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം, ലോകാവസാനം വരേക്കും കൃത്യമായ മാർഗദർശനം, മാനവർക്ക് കൃത്യമായ മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഇതാകുന്നു ഗ്രന്ഥം, നേരായ ചൊവ്വായ വഴിയിലേക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമിതാ. വിശ്വസിക്കുന്ന സൽക്കർമ്മകാരികൾക്ക് ലഭിക്കാനിരിക്കുന്ന ഉന്നതമായ പ്രതിഫലത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്ന ഗ്രന്ഥമിതാ എന്ന് ഖുർആൻ
17-ാം അധ്യായം സൂറ ഇസ്രായിൻ്റെ 9-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്രഷ്ടാവും സംരക്ഷകനുമായി ഉടയവൻ നമുക്ക് മാർഗമായി മാർഗദർശനമായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാൻ, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ആദർശങ്ങളെ കേൾക്കാൻ, വിശുദ്ധ ഖുർആനിൻ്റെ ആത്മാവിനെ അതിൻ്റെ കാമ്പിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പ്രായോഗികവൽക്കരിക്കേണ്ടത് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കാൻ, അദ്ദേഹത്തെ അറിയാൻ, ആ ശ്രേഷ്ഠമായ മാതൃകാ ജീവിതത്തെ പഠിക്കാൻ, പകർത്താൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ്റെ പ്രായോഗിക ജീവിത മാതൃകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതുകൊണ്ട് മാനവരാശിയിലേക്ക് സ്രഷ്ടാവിനാൽ നിയോഗിതനായ അനവധി പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അന്തിമനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഖുർആനിലെ 1-ാം അധ്യായം സൂറ ഫാത്തിഹ മുതൽ ഖുർആനിലെ 114-ാമത്തെ സൂറയായ സൂറ അന്നാസ് വരെ, വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായത്തിൻ്റെ പേര് അന്നാസ്, ജനങ്ങൾ എന്നാണ്. ജനങ്ങൾ എന്ന് പരിചയപ്പെടുത്തുന്ന ഖുർആനിൻ്റെ അവസാനത്തെ അധ്യായം വരെ ജനങ്ങളോടാണ് ഖുർആൻ സംവദിക്കുന്നത്. ജനങ്ങളുടെ ദിഷണയെയാണ് വിശുദ്ധ ഖുർആൻ തൊട്ടുണർത്തുന്നത്. ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന പച്ചപരമ യാഥാർത്ഥ്യത്തിലേക്ക് വിശുദ്ധ ഖുർആൻ വിരൽ ചൂണ്ടുന്നു. അന്ധമായി ദൈവമുണ്ട് എന്ന ഒരു വിശ്വാസത്തിലേക്ക് നയിക്കുക എന്നതിനപ്പുറം മനുഷ്യ ദിഷണയെ ഖുർആൻ തൊട്ടുണർത്തുകയാണ്. ചിന്തിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഭൂമിയെ, സൂര്യനെ, ചന്ദ്രനെ, ഒട്ടകത്തെ, എന്തിനേറെ പുരുഷൻ ശ്രവിക്കുന്ന സ്പേമിനെ കുറിച്ചടക്കം ചിന്തിക്കാൻ പഠിപ്പിച്ച ഖുർആൻ ഫൽയൻദുരിൽ ഇൻസാന മിമ്മ ഖുലിഖ മിമ്മ ഇൻ ദാഫിക്, മനുഷ്യൻ എന്തൊന്നിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അവൻ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? തെറിച്ചു വീഴുന്ന ബീജഗണങ്ങളിൽ നിന്നാണ് അവൻ്റെ സൃഷ്ടിപ്പ്. അവിടെ വരെ ചിന്തിക്കാനും പഠിക്കാനും ആഹ്വാനം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ. അതോടൊപ്പം തന്നെ ഖുർആൻ മനുഷ്യർക്ക് വഴി കാണിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും. ഇന്നത്തെ യുവതലമുറ പലപ്പോഴും ഇന്നിൻ്റെ ലോകത്തിൻ്റെ രസത്തിലും ഒരു ഹരത്തിലുമാണ്. ഒരുതരം ഫ്രീക്കൻ സ്റ്റൈലിലേക്കും ഒരുതരം ബ്രോ സ്റ്റൈലിലേക്കും യോയോ സ്റ്റൈലിലേക്കും തനിച്ച പിഴച്ച യൂറോപ്യൻ സംസ്കാരത്തെ നെഞ്ചിലേറ്റുന്ന ഒരു വല്ലാത്ത ദുരന്ത ചിത്രം ഇന്നുണ്ട്. നിഷ്ക്രിയരായി ഏതു സമയം മ്യൂസിക്കിൻ്റെ പിന്നാലെയും കളിയുടെ പിന്നാലെയും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന തലമുറ, സ്വന്തം പിതാവിനോടും മാതാവിനോടും പ്രതിബദ്ധതയില്ലാത്ത, ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത, സ്വന്തം സഹോദരങ്ങളോട്, കുടുംബക്കാരോട്, സമൂഹത്തോട്, സഹപാഠികളോട്, അധ്യാപകരോട് എന്നു തുടങ്ങി മുതിർന്നവരോട് പോലും മര്യാദയും അതേപോലെ ബഹുമാനവും പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ യുവാക്കളെ നമുക്ക് തിരിച്ചു വേണം. ബോധമുള്ളവരായി, മര്യാദക്കാരായി, മാന്യന്മാരായി, മികവുള്ളവരായി നമ്മുടെ യുവതലമുറ ലോകത്തിൻ്റെ മുന്നിൽ തലയുയർത്തി നിൽക്കണം. അതിന് സൃഷ്ടാവിൻ്റെ മാർഗദർശനം കൂടിയേ തീരും, അനിവാര്യമാണ്. ഖുർആൻ മാർഗദർശനം നൽകുന്നു. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകൾ തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാർഗവും വെളിച്ചവും മാർഗദർശനവും നൽകുന്ന വിശുദ്ധ വേദഗ്രന്ഥത്തെ പഠിക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ വിശദീകരണമായ പ്രവാചക ജീവിതത്തെ കേൾക്കാൻ, അറിയാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആനും അതിൻ്റെ പ്രായോഗിക ജീവിതമായ പ്രവാചക ജീവിതവും പഠിക്കുകയും പകർത്തുകയും അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയണം. സമാധാനത്തിൻ്റെ സന്ദേശത്തെ, മോക്ഷത്തിൻ്റെ ആദർശത്തെ പ്രചരിപ്പിക്കാൻ നമുക്കാവണം. ഇസ്ലാം തീവ്രവാദവും ഭീകരതയും വർഗീയതയുമാണെന്നുള്ള കുപ്രചരണങ്ങൾക്ക് മാതൃകാ ജീവിതത്തിലൂടെ മറുപടി പറയാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു നല്ല തലമുറയുടെ സൃഷ്ടിപ്പിനായി, ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനായി ബോധപൂർവമുള്ള ഇത്തരം ശ്രമങ്ങൾ MSMൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രൊഫ്കോൺ പോലുള്ള ശ്രദ്ധേയ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഇത്തരം മഹാസമ്മേളനങ്ങൾ, വ്യത്യസ്ത പഠന വിഷയങ്ങളിലും സെഷനുകളിലും ചർച്ചകളിലുമായി നടക്കുന്ന ഇത്തരം സംരംഭങ്ങൾ തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മാർച്ചിൽ നടക്കുന്ന ഈ മഹാസംരംഭത്തിലേക്ക് മുഴുവൻ സഹോദരങ്ങളെയും ഹൃദയപൂർവ്വം മനസ്സു തുറന്ന് നിഷ്കളങ്കമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളേവരും വരും എന്ന പ്രതീക്ഷയോടെ ലോകങ്ങളുടെ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.